ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇത് വെച്ചിട്ട് ഒരു വൈൻ ഉണ്ടാക്കി നോക്കിയാലോ? ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊരു വൈൻ ഉണ്ടാക്കി നോക്കാം അല്ലേ? അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ 3 സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു വലിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴുകിയൊക്കെ എടുത്ത് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനല്ല കേട്ടോ വൈൻ ഇടുന്നത്, അമ്മയാണ്. അമ്മ ഇതിലൊക്കെ കുറച്ച് എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്റ്റാർ ഫ്രൂട്ട് വൈനിടാൻ പോകുന്നത്. ബാക്കി അമ്മ ഇവിടെ ജാതിക്കയൊക്കെ വൈനിട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പം നമ്മൾക്ക് തോന്നിയൊരു ഐഡിയ ആണ്, ഇതിങ്ങനെ വൈൻ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന്. ഇത് കണ്ടില്ലേ, ശരിക്കും ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ നക്ഷത്രപ്പുളി എന്നൊക്കെ പറയൂ കേട്ടോ ഇതിനെ. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഭരണി എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഈ കട്ട് ചെയ്ത് പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും അങ്ങനെ കൃത്യമായിട്ട് അളവില്ല, നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ലെയർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇത്രത്തോളം ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയും നമ്മൾ വീണ്ടും ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക കേട്ടോ. വീണ്ടും നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. പഞ്ചസാര അതെല്ലാ ഭാഗത്തും വളർത്തിക്ക രീതിയിൽ അങ്ങനെ വീണ്ടും അതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ തീരുന്നവരെ ഇട്ടു. എന്നിട്ട് നമ്മുടെ ഭരണിയുടെ അടപ്പത്ര ടൈറ്റല്ലോ, അപ്പം ഇതുപോലൊരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി എടുത്ത് കെട്ടിയിട്ട്, ഒരു കോട്ടൺ തുണി എടുത്ത് കെട്ടി ഇതുപോലെ അടച്ചു വെച്ചു കേട്ടോ. ഇനി ഇത് നമുക്കൊരു 45 ദിവസത്തിന് ശേഷമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ വൈൻ കെട്ടഴിക്കുകയാണ് കേട്ടോ. ഇതെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിഴിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല മാറി കേട്ടോ. അപ്പോൾ ഏതാണ്ടെല്ലാം അങ്ങനെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ എല്ലാം ഇങ്ങനെ ഊറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏതാണ്ടെല്ലാം തന്നെ നമ്മൾ അതിനകത്തുണ്ടായിരുന്നതെല്ലാം പിഴിഞ്ഞെടുത്ത് നമ്മൾ ഭരണിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിള്ളേർക്ക് ഇവിടെ കൊതി സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2 ആൾക്കും ഒരു സ്പൂൺ കഴിക്കാൻ കൊടുത്തതാണ്. പിന്നെ അത് അരിച്ചൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചെടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിനുള്ള വൈനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.